அருகில் வருவேன் உன்னால் தானே நானே வாழ்கிறேன் நினைத்து நினைத்து பார்த்தா நெருங்கி ആന്റി സാധനമൊക്കെ മേടിച്ചോ? ஓ எல்லாமே வாங்கியாச்சு. என்ன விலை தெரியுமா சாதனங்களுக்கெல்லாம்? സാധനങ്ങളുടെയൊക്കെ വില ഇനി കുത്തനെ കൂടത്തേ ഉള്ളൂ, കുറയാനൊന്നും പോകുന്നില്ല. பைனாப்பிள் வந்து 4 100 ரூபாய். நான் ஒண்ணு வாங்கிட்டேன். நம்ம இதை வச்சு പൈനാപ്പിൾ പുളിശ്ശേരി വെക്കலாமா? അങ്ങനാണെങ്കിൽ ഇന്ന് പൈനാപ്പിൾ പുളിശ്ശേരി കൂട്ടി ചോറൊരു പിടിയുണ്ട്. അയ്യോ, അല്ലെങ്കിൽ ചോറ് പിടിക്കാത്ത പോലെ. എന്ത് ചേച്ചി കഴിക്കേണ്ട പ്രായത്തിൽ വേണം കഴിക്കാൻ. அது கரெக்ட். கேசு நீ வந்து என்ன கொடுத்தாலும் முழுசா சாப்பிடுவேல. തിരിച്ചടിക്കാത്തല്ല ഞാൻ കണ്ടിന്യൂ. ആ അളിയൻ വലിയ തീറ്റക്കാരനാ. അങ്ങനൊന്നുമില്ലടേ, അത്യാവശ്യം കുഴപ്പമില്ല കഴിക്കും. ഇപ്പൊ ഇതിന് കുറവാ സിദ്ധു. പണ്ടൊക്കെ ഉണ്ടല്ലോ എങ്ങനെയൊക്കെ പോയാലും ഒരു 12-14 ദോശ കഴിക്കുമായിരുന്നു. ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ കഴിക്കും, ഒരു 8-9 കഴിക്കും. ആഹാ, കടയിൽ പോയിട്ട് ഇവിടെ വന്ന് നിൽക്കുക, അടുക്കളയിലോട്ട് വരുന്നില്ലയോ? ദേ വരേമ്മ. എന്തോന്നാ ആന്റി ഇത്? കടയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അമ്മൂമ്മ എടുത്ത് ഹാജർ വെക്കണം അറിയാൻ പാടില്ല. ഹാജറമ്മ. അമ്മൂമ്മ, നമ്മുടെ പടവലത്തെ പറമ്പില്ലേ പൂർത്തിച്ചക്കട ഉണ്ടോ? ഇഷ്ടംപോലെ കിടപ്പുണ്ട്. പൂർത്തിച്ചക്കയോ? പൈനാപ്പിൾ. ട്രിവാൻഡ്രം സൈഡിലൊക്കെ പൈനാപ്പിൾ അങ്ങനെയാ പറയാ, കൈതച്ചക്ക എന്നും പറയും. അമ്മൂമ്മ, പഴുത്താണ് കിടക്കണേ. ആ, പഴുക്കാറൊക്കെ ആയി വരുന്നു. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവന്ന് ജ്യൂസ് അടിച്ച് കുടിക്കണം. അതിന് നിനക്ക് പഴുക്കണമെന്നൊന്നുമില്ലല്ലോ, പച്ച കിട്ടിയാലേ വെട്ടി വിഴുങ്ങുമല്ലോ. അതിന് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. ஐயோ சித்து, ஒரு வாட்டி படவலத்துல ஒரு வரிக்கச்சக்க கொண்டு வந்தாங்க. ஒரு சொல இவன்ட்ட டேஸ்ட் பண்ண சொன்னோம். ஆனா இவன் என்ன செஞ்சான்னா அந்த சக்க முழுசா இவனே சாப்பிட்டான். അളിയാ, സംഭവം എന്തെന്നറിയോ, നമ്മുടെ പടവലത്തെ ചാലിന്റെ നിൽക്കണ പ്ലാവിന്നാണ് ഈ ചക്ക വെട്ടിക്കൊണ്ട് വന്നത്. ആ ചക്ക എന്ന് പറഞ്ഞു എന്റെ പൊന്നളിയാ, വെട്ടുമ്പോ ഇങ്ങനെ തേൻ ഒലിച്ച് വരും പോലെ വരും. ഒറ്റയിരിപ്പിന് ഒരു ഫുൾ ചക്ക എങ്കിലും തിന്നില്ല. പിന്നെ നമ്മളൊക്കെ എന്തിനളിയാ? അളിയാ, നിന്റെ പ്രായത്തിൽ എല്ലാ പയ്യന്മാരും നല്ല രീതിയിൽ ആഹാരം കഴിക്കും. ഞാനും അത്യാവശ്യം നല്ല ഫുഡ് ആയിരുന്നു. പിന്നെ ഇപ്പൊ അമിതാഹാരമൊക്കെ ഇച്ചിരി കുറച്ചേ ഉള്ളൂ. അന്നല്ലേ ഇവൻ ഈ കാണുന്ന പോലെ ഒന്നുമല്ല സിദ്ധു, നല്ല തീറ്റയാ. അമ്മൂമ്മയ്ക്ക് ഓർമ്മയുണ്ടോ പണ്ട് പടവലത്ത് വെച്ച് നമ്മൾ മറ്റേ പഴങ്കഞ്ഞി ഉണ്ടാക്കിയത്? ഓ, ഓർമ്മയുണ്ട്. നല്ല കട്ട തൈരും കാന്താരിമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് നമ്മൾ കഴിച്ച് ബാക്കി മൊത്തം മോന്തിയത് ദേ ഇവനാ. എന്നാ അത് പിന്നെ നമ്മുടെ അപ്പൂപ്പ ഉണ്ടാക്കണ പഴങ്കഞ്ഞല്ലേ, നല്ല ഫസ്റ്റ് ക്ലാസ് ആണല്ലേ, ഇറങ്ങി പോവും അല്ലേ അമ്മൂമ്മ? ചേച്ചി, ഇവിടെ അപ്പൂപ്പ ഇടക്കിടക്ക് പറയണ കേട്ടിട്ടില്ലേ, നല്ല വയറ് നിറച്ച ആഹാരം കഴിക്കണമെങ്കിൽ അതിനൊത്ത ആരോഗ്യം വേണമെന്ന്. അതിനൊത്ത ആരോഗ്യം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കഴിക്കണത്. ഈ വീട്ടില് വേറെ ആരെങ്കിലും എന്റെ അത്ര നന്നായിട്ട് കഴിക്കുവോ? കാരണം എന്താ, എന്റെ അത്ര ആരോഗ്യം ഇവിടെ ആർക്കും ഇല്ല. അളിയാ, അളിയാ, അങ്ങനെ അങ്ങ് ബാക്കിയുള്ളവരെ കൊച്ചാക്കല്ലേ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒറ്റ ഇരിപ്പിന് 18 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയും കഴിച്ചിട്ടുണ്ട്. കൂടെ മത്സരിച്ചമാരൊക്കെ 6-6.5 പൊറോട്ട എപ്പോഴും പണി നിർത്തി തോറ്റുപോയില്ലേ. ഓ, കോയിൻ പൊറോട്ട ആയിരിക്കും അല്ലേ? കോയിൻ പൊറോട്ട ഒന്നും അല്ല, നല്ല അടിച്ച നാടൻ പൊറോട്ട. ആരെയും നിർബന്ധിച്ച് കഴിപ്പിച്ചായിരിക്കും. എടാ അളിയാ, പൊറോട്ടയും ബീഫും കഴിക്കാൻ നോൺ വെജ് കഴിക്കുന്ന ഏതെങ്കിലും ഒരു മലയാളിയെ നിർബന്ധിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മോനെ, പൊറോട്ട ഒന്നും അങ്ങനെ കഴിച്ചൂടാ, ശരീരത്തിന് കേടാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒന്നും കഴിക്കാൻ പറ്റില്ല. അമ്മ ഒന്നും ഉണ്ടായിരിക്കും. അളിയൻ 18 പൊറോട്ട കഴിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ. അങ്ങനാണെങ്കിൽ ഞാനും 10-15 പൊറോട്ട വരെയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ബീഫും കൂടെ ഉണ്ടെങ്കിൽ ഒരു 19-20 വരെ പോയിട്ടുണ്ട്. 20 വരെ? അയ്യ, അത്ര ഉള്ള. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ തട്ടുദോശ 23 ഞാൻ വരെ കഴിച്ചിട്ടുണ്ട്. 23 കൂടെ ചമ്മന്തിയും സാമ്പാറും ഉണ്ടായിരുന്നു. ചമ്മന്തി സാമ്പാർ? എനിക്ക് വയ്യ. 23 തട്ടുദോശ അല്ലേ? താൻ ശരിക്കും തിന്നാനാണോ പഠിക്കാനാണോ പോയത് അവിടെ? അങ്ങനെയാണെങ്കിൽ ദോശ ഞാൻ നിന്നിട്ടുണ്ട്. ദോശ എന്ന് പറയുമ്പോ ചെറിയ ദോശ, നമ്മുടെ രമണൻ ചേട്ടന്റെ കടയിൽ, അവിടെ പടവലത്ത് രമണൻ ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ദോശ എന്ന് പറയും ഇത്രയും വരും. വലിയ എത്രത്തോളം വരും? ഇത്രത്തോളം വരും. മസാല ദോശയുടെ സൈസിന് സാധനം വരും. ഒരു 21 ദോശയും കൂടെ ഒരു ഡബിൾ ഓംപ്ലേറ്റ് 17 തിന്നിട്ടുണ്ട്. 17? അത്ര ഉള്ളൂ നീ? ഡബിൾ ഓംപ്ലേറ്റ് ഞാൻ ഒരു 28 വരെ കഴിച്ചിട്ടുണ്ട്. ഡബിൾ ഓംപ്ലേറ്റ് അതാ പറഞ്ഞ, ഈ 28 അല്ലേ കഴിച്ചിട്ടുള്ളൂ. ഡബിൾ ഓംപ്ലേറ്റ് 28. അതുകൂടാതെ കോഴിമുട്ട മാത്രം ഞാൻ അമ്മ ഒറ്റയിരിപ്പ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ 53. ഒരു 8 അൽഫാം കഴിച്ചിട്ടുണ്ട്. 8 അൽഫാമാ? എടാ, ദുബായിൽ ജീവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് 8 അൽഫാം ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നടാ. ബ്രേക്ക്ഫാസ്റ്റ് 8 അൽഫാം ബ്രേക്ക്ഫാസ്റ്റോ? ഞാൻ 8 ഫുൾ അൽഫാമിന്റെ കാര്യം പറഞ്ഞത്. അയ്യേ, അങ്ങനെയാണെങ്കിൽ ദുബായിൽ ഞാനൊരു വലിയ ഒട്ടകത്തിന് സിദ്ധു നിർത്തി
മുട്ടയുടെ കാര്യം അളിയൻ തള്ളിയാന്ന് എനിക്ക് മനസ്സിലായി. അളിയാ, മുട്ട കഴിക്കുന്ന കേസില് അളിയൻ എന്നെ പൊട്ടിക്കാൻ പറ്റൂല. എടാ, മുട്ട കഴിക്കുന്ന കേസില് നീ എനിക്ക് ഒരു എര പോലും അല്ല, ഞാനേ നിക്കത്തുള്ളൂ. ആണോ? ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. എത്ര രൂപ? 1000 രൂപയ്ക്ക്. എത്ര? 1000. അമ്മൂമ്മ, ഓ ഇന്ന് ഞാൻ അമ്മൂമ്മയ്ക്ക് ഒരു 1000 രൂപ തരും. മുട്ട നമുക്ക് ബുൾസൈ അടിക്കണ്ട.